ചെയ്യാൻ പറ്റൂ. ആമി ഇങ്ങനെയാണോ ആമി കത്രിക പിടിക്കാൻ നമ്മൾ പഠിപ്പിച്ച? ആമി കത്രിക നേരെ പിടിച്ചേ. വീഡിയോയിലെ പുതിയൊരു വീഡിയോ പറയാം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ആമിക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. എനിക്കറിയില്ല ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ എടുക്കാം. വേറെ ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാമല്ലോ അല്ലേ? അപ്പോൾ ആമി അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതിനകത്ത് എന്താണ് എന്നുള്ളത്. ഇത് നിങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ ഈ സൂം ചെയ്യുന്ന ആമി സർപ്രൈസ് ആവാൻ വേണ്ടി കണ്ണടിച്ചിരിക്കുക. സ്കിൽമാറ്റിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടാ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വേറെ വീഡിയോ സ്കിൽമാറ്റിക്സ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ് എന്തൊക്കെയാണുള്ളത് അവർ വീഡിയോയിൽ കാണിച്ച പോലെയൊക്കെ തന്നെ ഉണ്ടോ എന്നൊക്കെ. കാരണം ആമിക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ചിലപ്പോൾ ആമിക്ക് അറിയില്ല, കുറച്ച് നേരം ഫോൺ കാണാൻ പറ്റുമല്ലോ. പെയിൻറ്റിങ് കളറൊക്കെ അടിക്കാൻ ഇഷ്ടം അല്ലേ? ഇത് വേറൊരു സംഭവമാണ്. കണ്ട ഇതിൻ്റെ പേര് സ്നിപ്പ് സ്നിപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഫുൾ ഇങ്ങനെ ഇതിനകത്തൊരു കട്ട് സിസേഴ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എഴുതിയിട്ടുണ്ട് 3 to 7 years ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ആമിയുടെ റിയാക്ഷൻ കാണുന്നത്. വാവ് എന്നൊക്കെ പറഞ്ഞ് കഷ്ടം. അവളെ സത്യം പറഞ്ഞാൽ അവളോട് അഭിനയിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എനിക്ക് ആ ഡയലോഗ് ആഡ് ചെയ്യണമെന്ന് ഓവറാക്കി ചളവാക്കാതെടാ. വാവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. ശരിക്കും ആമിയൊക്കെ അൺബോക്സ് ചെയ്യാൻ ആക്കത്തില്ല. അതാണ് ഞാൻ ഇങ്ങനെ ആമി അൺബോക്സ് ചെയ്യാൻ വീഡിയോ എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് 2 കത്രികയുണ്ട്, സിസേഴ്സ് ഉണ്ട്, 2 സിസേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു കാർഡുണ്ട്. ചെറിയൊരു നോട്ട്, താങ്ക് യു എന്ന് പറഞ്ഞൊരു നോട്ട് അവർ തന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പിന്നെ ഒരു പശ. ഓക്കെ, പിന്നെ ഒരു സ്റ്റിക്ക് ഇങ്ങനെ നമുക്ക് ഒട്ടിക്കാനായിട്ടൊരു ഗം. നമുക്ക് ഇതോ ഒരു ബുക്ക്. ഈ ബുക്കാണ്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കുറേ പേജസ് ഉണ്ട്. ഞാനും കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. എങ്ങനെ ചെയ്യണമെന്നൊക്കെ അവർ പറയുന്ന പോലെ ചെയ്യണം കേട്ടോ ആമി. കണ്ടോ ഇത് കണ്ടോ? ഇവർ കട്ട് ചെയ്യാൻ ഇതിൻ്റെ 1 2 എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് 2 എന്നാണ് അവർ പറയുന്നത്, മനസ്സിലാവുന്നില്ല. ഓക്കെ, ആദ്യം നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ കീറി എടുക്കാൻ പറ്റും. ഇത് കണ്ടോ? ഇത് നമുക്ക് ടിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി കണ്ട. ഇങ്ങനെ നമുക്കിതിങ്ങനെ കീറി എടുക്കാൻ പറ്റും. ഇങ്ങനെ ടിയർ ചെയ്ത് ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുക. അവർ പറഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്. ഇനി വീഡിയോ തിരിച്ച് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും കൊണ്ട് 2 സിസേഴ്സും പിന്നെ ഒരു ഗമ്മുമാണ് തന്നിരിക്കുന്നത്. ഇതാണ് ബുക്ക്. ഇതാണ് ബുക്ക്. ഈ ബുക്കിൽ അവർ കണ്ട എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ സിസേഴ്സ് പിടിക്കണമെന്ന് അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോന്ന് എങ്ങനെ ഹെൽപ്പ് യുവർ ചൈൽഡ് ഇങ്ങനെ ഓരോന്ന് നമുക്ക് എല്ലാം എഴുതിയിട്ടുണ്ട് ഒരു ഫസ്റ്റ് പേജിൽ എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ. ഇനി നമ്മുടെ ആരെങ്കിലും ഹെൽപ്പ് വേണം കുട്ടികൾക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ട ഓരോ പേജ് ഇങ്ങനെ കുറേ പേജുകളുണ്ട്. ഈ പേജുകൾക്കൊക്കെ കണ്ടോ ഇവിടെ നമുക്ക് ടിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കീറി എടുക്കാൻ പറ്റും. കണ്ട ആ സിസർ വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ ഇത് ഫുള്ള് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. കണ്ടോ? അങ്ങനെ ഓരോന്നും ഓരോ ഇത് കണ്ട താഴത്ത് ഇങ്ങനെ കുറേ സ്റ്റിക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ എനിക്കൊന്ന് ഇതിൻ്റെ കളർ അനുസരിച്ച് ഇപ്പോൾ ഓറഞ്ച് കളറില്ല. അപ്പോൾ ഇതിവിടെ അങ്ങനെ അതൊന്നും ഒട്ടിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഇതൊക്കെ ഒട്ടിക്കാം. പിന്നെ അങ്ങനെ ഓരോന്നും ഉണ്ട് കേട്ടോ. കണ്ട് ഇവിടെ കണ്ട ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണ്ടേ? ഇത് കണ്ട ഇത് ഓരോരുത്തരുടെ റൂമുകളാണ്. ഈ ഡോർ ഓരോരുത്തർക്കും ഈ ഡോർ കട്ട് ചെയ്തിട്ട് അതനുസരിച്ച് ഇത് ഒട്ടിക്കണം. അങ്ങനെ കുറേ പേജസ് ഉണ്ട്. നമ്മുടെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. കണ്ട ഫ്ലവർ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇത് പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ട് നമുക്കിത് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. എത്ര മൊത്തത്തിലൊക്കെ പേജ് ഉണ്ടെന്ന് പറയാൻ നോക്കാം. മൊത്തത്തിൽ ഇതാണ്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ 25 പേജ് ഉണ്ട് കേട്ടോ. നമുക്കിനി ഈ സിസേഴ്സ് നിങ്ങൾക്ക് പേടിയുണ്ടാകുന്ന മുടിയൊക്കെ നമുക്കത് നോക്കി നോക്കാം. കുഞ്ഞുങ്ങൾക്ക് കത്രിക കൊടുക്കാവോ? മുടിയൊക്കെ മുറിച്ച് കളഞ്ഞാലോ? നമുക്ക് ഈ മുടി മുറിച്ച് നോക്കാം. മുടി മുറിയത്തില്ല, അതാണ് ഈ കത്രികയുടെ പ്രത്യേകത. മുടിയൊന്നും മുറിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുണ്ട് പേപ്പറൊക്കെ മുറി. പേപ്പർ മുറി, പക്ഷെ മുറിയില്ല. ഇതിന് മുറിയുന്നില്ല കേട്ടോ. മുടി മുറിയത്തില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്കത് സേഫാണ്.
അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരണ്ടേ അല്ലേ? അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പേജ് നോക്കാം. ഫസ്റ്റ് പേജ് ജസ്റ്റ് അവർ പറഞ്ഞേക്കുന്നത് ഇതൊരു വെറും പിന്നെ അതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് അവർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് പറഞ്ഞ് ഹെൽപ്പ് യുവർ ലിറ്റിൽ വൺസ് ടു പ്രാക്ടീസ് സ്കിൽസ് വിത്ത് ഫൺ ആൻഡ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. അതിനകത്ത് അവർ കുറേ ഡെമോൺസ്ട്രേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കത്രിക ഹോൾഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഇപ്പോൾ ആമിക്ക് ഇപ്പോൾ 4 വയസ്സായിട്ടുള്ളൂ. എനിക്കൊന്നൊരു 5-6 വയസ്സുള്ള ഒരു 6 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത് 5 to 6, 7 ആണ് അതിൻ്റെ ഏജ് ഗ്രൂപ്പ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആമിക്കൊന്നും അങ്ങനെ കട്ട് ചെയ്യാനൊന്നും അത്ര ആയിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ ഒരു ഹെൽപ്പ് വേണം. കറക്റ്റായിട്ട് അവർക്ക് കട്ട് ചെയ്യാൻ ഇപ്പോഴേ അത്ര ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പല ടൈപ്പിൽ കട്ട് ചെയ്യുന്നതാണ്. ഒരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ് 3ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എല്ലാം സ്ട്രെയിറ്റ് കട്ടായിരിക്കും. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു പേപ്പർ കട്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ കർവ്സ് അങ്ങനെ വരും. പിന്നെ സർക്കിൾ ഓരോ ഷേപ്പിൽ കട്ട് ചെയ്യാൻ അങ്ങനെ പല. അതാ പറഞ്ഞത് ഇപ്പോൾ ആമിയുടെ ഒരു ഏജ് ഗ്രൂപ്പിനേക്കാൾ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കായിരിക്കും ഒന്നുകൂടി ഇത് ആമിക്ക് എന്തായാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ലല്ലോ. പക്ഷെ അവർക്ക് ഇപ്പോൾ ഫോണൊക്കെ കാണുന്നതിൽ നിന്ന് നമുക്ക് എപ്പോഴും ഇപ്പോൾ പിള്ളേർക്ക് എപ്പോഴും പുറത്തിറങ്ങി കളിക്കാൻ പറ്റും. അത് ശരിയാണ്, എപ്പോഴും പുറത്തിറങ്ങി കളിക്കാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള ടൈമിൽ ഈ ഫോൺ കാണുന്ന സമയത്തൊക്കെ നമുക്ക് കളറിങ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആക്ടിവിറ്റീസ് ഒന്നും കൂടെ അവർക്ക് സന്തോഷമായിരിക്കും. നമുക്ക് അതിനകത്ത് അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഞാൻ എന്തൊക്കെയോ വളവളാന്നൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇച്ചിരി കൂടി സൂം ചെയ്യണമായിരുന്നു. അത്യാവശ്യം നല്ല ക്ഷമയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ. ഒട്ടും ക്ഷമയില്ല എന്ന് എനിക്കിന്ന് മനസ്സിലായി. ഞാൻ അവൾ ചെറുതാണ്, അവൾക്ക് കത്രിക ഹോൾഡ് ചെയ്യാനൊന്നും ആദ്യം ഇപ്പം അവളെല്ലാം മുറിക്കും. അങ്ങനൊരു പ്രശ്നം. പിന്നെ ഈ കത്രികയുടെ മെയിൻ ഞാൻ ആദ്യം കാണിച്ചു. ഭാഗ്യത്തിന് മുടിയൊന്നും മുറിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടെ പലതും മുറിച്ചാൽ ഇതിപ്പോൾ പേപ്പറുകളെല്ലാം വീട്ടിലുള്ള എല്ലാ പേപ്പറുകളും ഇപ്പം നന്നായിട്ട് മുറിക്കുന്നുണ്ടാവും. ഇത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഹെൽപ്പ് ആമിയുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് ഇപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യണം. അവർക്ക് തന്നെ അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അത്ര കുറച്ചുകൂടെ ഒരു വലിയ കുട്ടികളാണെങ്കിൽ അവർക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. നല്ല സാധനമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് സൂപ്പറായിട്ട് കട്ട് ചെയ്യും. ചെറിയ വളർന്നു കൊച്ചു പിള്ളേരല്ലായിരുന്നു. അടുത്ത കട്ടി നന്നായിട്ട് പിടിക്കും. കൈ കുഞ്ഞു ഹോളിൽ കുഞ്ഞു വല്ലേ ആ കുത്ത് കാണുന്നെടുത്ത് തന്നെ പിടിപിട. കട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. വരണം. അപ്പം ആമി അതങ്ങോട്ട് കറക്റ്റ് ആവുന്നതേ ഉള്ളൂ. എന്നാൽ എനിക്ക് കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യാൻ അവർക്ക് അറിയില്ലല്ലോ. ശരി, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് ഒന്നുകൂടെ അത് നല്ലതായിട്ടുണ്ടാവും. നമ്മുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ആമിയുടെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് എൻ്റെ സെയിം സ്വഭാവമാണ്. ആരും പറഞ്ഞെടുക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഞാനങ്ങ് സ്വന്തമായിട്ടങ്ങ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ആമിക്കുണ്ട്. അപ്പം ഞാൻ ആമി ഇങ്ങനെ ചെയ്യുക എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ആമി ചെയ്ത് കഴിയും. അങ്ങനെ ഞാൻ പറയുന്നത് മുറിച്ച് കളഞ്ഞു. ചെറിയൊരു സ്റ്റിക്ക് ചെയ്യുന്നത് കാണിക്കാൻ പോവാണ്. അങ്ങനെയല്ല സ്റ്റിക്ക് ചെയ്യുന്നത് മുത്തേ. ആമി ഞാൻ എങ്ങനെയൊക്കെയോ അത് കംപ്ലീറ്റ് സെക്കൻഡും ചെയ്യണം. ഞാൻ ഹെൽപ്പ് കാരണം അവൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കീറിയെടുക്കും. പിടിച്ചിട്ട് കീറും. ഓറഞ്ച് കളർ നമ്മൾ കീറി അമ്മയ്ക്ക് തന്നെ കീറാൻ പറ്റുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഓറഞ്ച് കളർ അമ്മയൊന്ന് കാണിച്ചാൽ ഓറഞ്ച് കളർ. അപ്പോൾ ഇത് എന്ത് കളറാണ്? ഇത് എവിടെ വരേണ്ടത്? അവിടെ തൊട്ടിക്കൂ. ഫസ്റ്റ് ഇവിടെ വെച്ചിട്ട്
അല്ല അതൊക്കെ അറിയാം. ആമിക്ക് മെയിനായിട്ട് ഇത് മേടിച്ചു കൊടുക്കാൻ കാരണം ആമി ഫോൺ കാണുമല്ലോ കുട്ടികൾ. അപ്പോൾ അതിലിങ്ങനെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അവൾ എന്ത് ചെയ്യുമെന്നറിയാം. ഞാനിപ്പോൾ ആമിയുടെ സ്കൂളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരുമ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിക്കൊണ്ട് പോകാനൊക്കെ പറയും. ഇപ്പോൾ എന്താ കളേഴ്സിൻ്റെ ഡേ വരും. ഇപ്പോൾ വയലറ്റ് കളറിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ കളർ വരുന്നത് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് പേപ്പർ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഇവളെന്ത് ചെയ്യുമെന്നറിയാം, ഈ ക്രാഫ്റ്റ് പേപ്പർ ഞാനറിയാതെ എടുത്തിട്ട് അതെല്ലാം കൂടെ ഒട്ടിച്ചിട്ട് അവൾ തന്നെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഇങ്ങനൊരു സാധനം മേടിച്ചു കൊടുക്കാൻ മേടിച്ചു കൊടുത്തത്. വെരി ഗുഡ്. ഗ്രീൻ. അപ്പോൾ ഗ്രീൻ എടുത്തൊട്ടിക്ക് നന്നായിട്ട് പക്ഷേ തേക്ക്. മറ്റൊക്കെ വൈറ്റ് കളർ കാണുന്ന സ്പേസ് ഫുള്ള് തേക്കണം. അപ്പോൾ ആമി സാധനം കിട്ടിയ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിലെല്ലാം ഇന്ന് തന്നെ തീർക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത് കേട്ടോ. ഞാനിതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. അത്യാവശ്യം നല്ല സാധനമായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഇപ്പോഴും ആമി അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഹെൽപ്പ് വേണം. നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ കണ്ടെന്നുണ്ട് എല്ലാം മുറിക്കും. ഇത് കാരണം അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനൊന്നും ചെയ്യാൻ അത്രയ്ക്കായിട്ട് ഞാനില്ല. കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കാണെങ്കിൽ എനിക്കൊന്ന് ഒന്നുകൂടെ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുഴപ്പമില്ല, നല്ല സാധനമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക. പേഴ്സണലി എനിക്ക് നന്നായിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഒരു 6 ഇയേഴ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. കൊള്ളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ കുറച്ച് വീഡിയോ അവൾ ചെയ്യുന്നതൊക്കെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെന്താ, ഇനി നിങ്ങൾക്ക് കമൻറ്റും ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നു ആമിയെ കാണിക്കുന്ന വീഡിയോസൊന്നും നമുക്ക് അത്രയും തന്നെ എന്താ പറയുക, കമൻറ്റ് ബോക്സ് ഓഫ് ആവുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ അറിയിച്ചാലല്ലേ എനിക്ക് അടുത്ത വീഡിയോ അതനുസരിച്ച് നല്ലതാക്കാനോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നറിയാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നത്. ഞാൻ ഏത് പേജിൽ നിന്ന് മേടിച്ചു